പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ MA മലയാളം 3ാം സെമസ്റ്ററിലെ ഇന്ത്യൻ സാഹിത്യ സിദ്ധാന്തങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ കൂടി നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഔചിത്യ വിചാരം എന്ന കൃതി പരിചയപ്പെടുത്തുക. ഉചിതമായ അവസ്ഥയെയാണ് ഔചിത്യമെന്ന് പറയുന്നത്. ഉചിതമായ അവസ്ഥ, ഒന്ന് മറ്റൊന്നിന് തികച്ചും യോജിച്ചതായി ഇരിക്കുമ്പോഴാണ് ഉചിതമെന്ന് പറയുന്നത്. ഭാരതീയ ആലങ്കാരികന്മാരുടെ കാവ്യഗുണങ്ങളെയും ദോഷങ്ങളെയും പ്രയോഗ സാധ്യതകളെയും വിശദീകരിച്ച് ഔചിത്യത്തെ സിദ്ധാർത്ഥ പദവിയിലെത്തിച്ച ആചാര്യനായിരുന്നു ക്ഷേമേന്ദ്രൻ. അദ്ദേഹം എഴുതിയ കൃതിയാണ് ഔചിത്യ വിചാരം എന്നത്. ഭാരതീയ അലങ്കാരികന്മാരുടെ കാവ്യഗുണങ്ങളെയും ദോഷങ്ങളെയും പ്രയോഗ സാധ്യതകളെയും വിശദീകരിച്ച് ഔചിത്യത്തെ ഒരു സിദ്ധാന്ത പദവിയിലേക്ക് എത്തിക്കുകയായിരുന്നു ക്ഷേമേന്ദ്രൻ. കവി കണ്ഠാഭരണം, സുവൃത്ത തിലകം എന്നീ ഗ്രന്ഥങ്ങൾ ഭാരതീയ അലങ്കാരത്തിന് സംഭാവന ചെയ്തതും ക്ഷേമേന്ദ്രനാണ്. ദോഷങ്ങൾക്ക് കാരണം അനൗചിത്യമാണെന്ന് ഭരതമുനി പലപ്പോഴായി പരാമർശിച്ചിട്ടുണ്ട്. ഔചിത്യം എന്ന വാക്ക് ആദ്യമായി പ്രയോഗിച്ചത് രുദ്രടനാണ്. കവികൾക്കുള്ള സിദ്ധികൾ വിവരിക്കുന്ന സന്ദർഭത്തിലാണ് യുക്തായുക്ത വിവേകം എന്നർത്ഥത്തിൽ ഔചിത്യം എന്ന പദം പ്രയോഗിച്ചിരിക്കുന്നത്. ഔചിത്യത്തെ വിശാലമായ അർത്ഥത്തിൽ ഒരു കാഴ്ചപ്പാടായി തന്നെ വിശദമാക്കിയത് ധ്വന്യാലോകകാരനായിട്ടുള്ള ആനന്ദവർദ്ധനാണ്. അദ്ദേഹത്തിൻ്റെ സൂത്രത്തിൽ അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്? അനൗചിത്യമാണ് രസവേഗത്തിനുള്ള സുപ്രധാന കാരണം. അങ്ങനെ പ്രസിദ്ധമായി തീരുന്ന രസ ഉന്മീലത്വമാണ് രസഹേതുവായി തീരുന്നത്. കാരിക, വൃത്തി, ഉദാഹരണം, പ്രത്യുദാഹരണം എന്ന രീതിയിൽ വിന്യസിച്ചിട്ടുള്ള ഔചിത്യ വിചാരം എന്ന കൃതിയിൽ ഔചിത്യത്തിൻ്റെ സ്ഥാനം എന്താണ് എന്ന് അന്വേഷിക്കുന്നു. കാരിക, വൃത്തി, ഉദാഹരണം, പ്രത്യുദാഹരണം എന്ന രീതിയിലാണ് ഈ കൃതി നിർമ്മിച്ചിട്ടുള്ളത്. ഈ കൃതിയിൽ കാവ്യരചനയിൽ ഔചിത്യത്തിൻ്റെ സ്ഥാനം എന്താണ് എന്ന് അന്വേഷിക്കുകയാണ്. ഒരു വസ്തു അതിന് അർഹമായ സ്ഥാനത്ത് സ്ഥാപിക്കപ്പെടുകയും അതിരിക്കുന്ന സ്ഥലവുമായി പൊരുത്തപ്പെടുകയും ചെയ്താൽ അത് ഉചിതമായി എന്ന് പറയാം. ഒരു വസ്തു അതിന് അർഹമായ സ്ഥാനത്ത് സ്ഥാപിക്കപ്പെടുകയും അതിരിക്കുന്ന സ്ഥലത്തിന് പൊരുത്തപ്പെടുകയും ചെയ്താൽ അത് ഉചിതമായ സ്ഥാനത്താണ് എന്ന് പറയാം. ഉചിതമായ സ്ഥിതിയെയാണ് ക്ഷേമേന്ദ്രൻ ഔചിത്യം എന്ന് വിളിക്കുന്നത്. ഗുണം, അലങ്കാരം എന്നീ കാവ്യഘടകങ്ങൾ എല്ലാം തന്നെ കാവ്യത്തിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നവയാണ്. എന്നാൽ ആ സൗന്ദര്യം പ്രകടിപ്പിക്കാൻ അവക്ക് കഴിയണമെങ്കിൽ ഉചിതമായ സ്ഥലത്ത് ഉചിതമായ രീതിയിൽ അവ വിന്യസിക്കപ്പെടേണ്ടതാണ്. ഔചിത്യ ദീക്ഷ ഇല്ലാത്ത കാവ്യത്തിൽ ഗുണ അലങ്കാരങ്ങൾ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അപ്പം ഔചിത്യമില്ലാത്ത കൃതികളാണെങ്കിൽ അവിടെ ഒരു അലങ്കാരവും ഗുണമൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല. സ്ഥാനം തെറ്റി വിന്യസിക്കപ്പെടുന്ന അലങ്കാരങ്ങൾ അരഞ്ഞാണം കഴുത്തിലിടുന്നത് പോലെയും തോൾവള കാലിൽ ധരിക്കുന്നത് പോലെയും അഭംഗി ഉണ്ടാക്കുന്നു എന്ന് ക്ഷേമേന്ദ്രൻ പറയുന്നു. കവി, കവിത, വ്യാകരണം, മീമാംസ, ലോകതന്ത്രം എന്നിവയോട് നേരിട്ട് ബന്ധപ്പെട്ട് 27 ഔചിത്യ സ്ഥാനങ്ങളെ ക്ഷേമേന്ദ്രൻ എടുത്തു പറയുന്നുണ്ട്. 27 ഔചിത്യ സ്ഥാനങ്ങളെയാണ് ക്ഷേമേന്ദ്രൻ ചൂണ്ടിക്കാണിക്കുന്നത്. അത് പദം, വാക്യം, പ്രബന്ധം, ഗുണം, അലങ്കാരം, രസം, ക്രിയ, കാരകം, ലിംഗം, വചനം, വിശേഷണം, ഉപസർഗം, നിപാതം, കാലം, ദേശം, കുലം, വൃതം, തത്വം, സത്വം, അഭിപ്രായം, സ്വഭാവം, സാരസംഗ്രഹം, പ്രതിഭ, അവസ്ഥ, വിചാരം, നാമം, ആശീർവാദം എന്നിവയാണ്. ഇവയ്ക്ക് അവാന്തര വിഭാഗങ്ങളും ഉണ്ട്. ഔചിത്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഏതൊന്നിന് സാദൃശ്യമാണോ അത് ഉചിതം. ഏതൊന്നിന് സാദൃശ്യമാണോ അത് ഉചിതം. ഉചിതത്തിൻ്റെ ഭാവം ഔചിത്യം. അലങ്കാരം തന്നെ. ഗുണം തന്നെ. രസാത്മകമായ കാവ്യത്തിൻ്റെ സ്ഥിരമായ ജീവിതമാണ് ഔചിത്യം. രസാത്മകമായ കാവ്യത്തിൻ്റെ സ്ഥിരമായ ജീവിതമാണ് ഔചിത്യം. ഔചിത്യം
രസസിദ്ധസ്യ സ്ഥിരം കാവ്യസ്യ ജീവിതം. ഔചിത്യം രസസിദ്ധസ്യ സ്ഥിരം കാവ്യസ്യ ജീവിതം. രസാത്മകമായ കാവ്യത്തിൻ്റെ സ്ഥിരമായ ജീവിതമാണ് ഔചിത്യം എന്നത്. 27 ഔചിത്യ സ്ഥാനങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അവയിൽ പ്രധാനപ്പെട്ടവയാണ് പദ ഔചിത്യം, വാക്യ ഔചിത്യം, അർത്ഥ ഔചിത്യം, ഗുണ ഔചിത്യം, അലങ്കാര ഔചിത്യം, ആശിർ ഔചിത്യം എന്നിവയ്ക്ക് പ്രാധാന്യവും നൽകുന്നുണ്ട്. പലതിനെയും കാളിദാസ കൃതികളിൽ നിന്ന് ഉദാഹരണം ഉൾക്കൊണ്ടാണ് സമർത്ഥിച്ചിരിക്കുന്നത്. പദങ്ങളെല്ലാം ഔചിത്യഭദ്രമാണെങ്കിൽ കവിജീവൻ മുക്തനാകുമെന്നാണ് പറയുന്നത്. ആനന്ദവർദ്ധനൻ പറഞ്ഞ ധ്വനിസ്ഥാനങ്ങൾ തന്നെയാണ് ക്ഷേമേന്ദ്രൻ്റെ ഔചിത്യ സ്ഥാനങ്ങൾ. അനൗചിത്യമാണ് രസഭംഗത്തിന് കാരണമെന്ന് ആനന്ദവർദ്ധനൻ പറയുന്നുണ്ട്. ആനന്ദവർദ്ധനൻ്റെ ശിഷ്യ പരമ്പരയിലുള്ള ആളായിരുന്നു ക്ഷേമേന്ദ്രൻ. രസധ്വനി തത്വങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഔചിത്യ വിചാര ചർച്ച നടത്തുന്നത്. രസധ്വനിയിൽ വലിയ പ്രാധാന്യം ഔചിത്യത്തിനുണ്ട്. കാവ്യ നാടകാദികളുടെ ആത്മാവാണ് രസധ്വനി. ഔചിത്യത്തിൽ ശ്രദ്ധ കൂടാതെ കാവ്യരചന നടത്തുന്നത് കവി സ്വന്തം ശക്തി ക്ഷയിപ്പിക്കുന്നതിന് തുല്യമാണ്. രസത്തിന് അനുഗുണമായിട്ടായിരിക്കണം ഇതര ഘടകങ്ങൾ കാവ്യത്തിൽ ചേർക്കേണ്ടത്. രസത്തിന് അനുഗുണമായിട്ടായിരിക്കണം കാവ്യത്തിൽ ഓരോ ഘടകങ്ങളെയും ഘടിപ്പിക്കേണ്ടത്. കവിയുടെ ശ്രദ്ധ എപ്പോഴും തൻ്റെ രചന രസാവിഷ്കരണ സമർത്ഥമാകുന്നത് എങ്ങനെ എന്നതിനായിരിക്കണം. ഈ ചിന്തയിൽ നിന്നാണ് ഔചിത്യ സിദ്ധാന്തം രൂപം കൊള്ളുന്നത്. അടുത്ത ചോദ്യം, അഭിനവഗുപ്തൻ്റെ അഭിവ്യക്തിവാദം പരിചയപ്പെടുത്തുക. ഇന്ത്യയിലെ പ്രതിപാദനനായ സാഹിത്യ ആചാര്യനാണ് അഭിനവഗുപ്തൻ. ലൊല്ലടൻ്റെയും ശങ്കുകൻ്റെയും ഭട്ടനായകൻ്റെയും രസസൂത്ര വ്യാഖ്യാനങ്ങളെ വിമർശിച്ചുകൊണ്ടാണ് അഭിനവഗുപ്തൻ രസസൂത്രം വ്യാഖ്യാനിക്കുന്നത്. രസസൂത്രത്തിലെ സംയോഗം എന്ന പദത്തിന് വ്യംഗ്യ വ്യഞ്ജക ബന്ധം എന്നത് അഭിനവൻ അർത്ഥം നൽകുന്നു. സംയോഗത്തിന് വ്യംഗ്യ വ്യഞ്ജക ബന്ധം എന്നാണ് കൊടുക്കുന്നത്. സാഹിത്യവും അതിന് ആസ്പദമാക്കി നടത്തുന്ന അഭിനയ വിധങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ ആസ്വാദകനിൽ മറ്റ് അഭിധാ വ്യാപാരങ്ങൾ നടക്കുന്നു. അതിനുശേഷം നടക്കുന്നത് വ്യഞ്ജന വ്യാപാരമാണ്. വിഭാവ അനുഭാവ വ്യഭിചാരികൾ വ്യഞ്ജകങ്ങളുമാണ്. ആ വ്യഞ്ജകങ്ങളിൽ നടക്കുന്ന വ്യഞ്ജന വ്യാപാരം എന്നാണ് അഭിനവന്റെ അഭിപ്രായത്തിൽ സംയോഗ പദത്തിന് അർത്ഥം. അഭിധാവൃത്തിക്കു ശേഷം ഭോജകത്വം എന്ന മാനസിക വ്യാപാരം നടക്കുന്നു എന്നായിരുന്നല്ലോ ഭട്ടനായകന്റെ കണ്ടെത്തൽ. അഭിനവൻ കർക്കശമായ ഭാഷ ഉപയോഗിച്ച് ഈ അഭിപ്രായത്തെ ഖണ്ഡിക്കുന്നു. ഒരു സാങ്കേതികത്വത്തിൽ പിടിച്ചു നിന്നുകൊണ്ട് അഭിനവന്റെ ഖണ്ഡനം അഭിധ കഴിഞ്ഞാൽ ലക്ഷണ, വ്യഞ്ജന എന്നീ മാനസിക വ്യാപാരങ്ങളാണ് നടക്കുന്നത്. അഭിധ കഴിഞ്ഞാൽ ലക്ഷണ, വ്യഞ്ജന എന്നീ മാനസിക വ്യാപാരങ്ങളാണ് നടക്കുന്നത്. ഭാഷാശാസ്ത്രകാരന്മാരുടെ അംഗീകരിക്കപ്പെട്ട അഭിപ്രായമാണിത്. ആ സ്ഥാനത്ത് ഭട്ടനായകൻ ഭോജകത്വം എന്നൊരു പുതിയ മാനസിക വ്യാപാരം അവതരിപ്പിച്ചിരിക്കുന്നു. ഇത് ശരിയല്ലെന്നാണ് അഭിനവന്റെ പക്ഷം. ഭട്ടനായകന്റെ ഭോജകത്വം എന്ന പുതിയ മാനസിക വ്യാപാരത്തെ അദ്ദേഹം അംഗീകരിക്കുന്നില്ല. ഭാവുകത്വ വ്യാപാരം വഴി സാധാരണീകരണം നടക്കുന്നതായും ഭട്ടനായകൻ പറയുന്നുണ്ട്. സാധാരണീകരണ പ്രക്രിയ അഭിനവൻ അംഗീകരിക്കുന്നുണ്ട്. ഭട്ടനായകന്റെ സാധാരണീകരണം എന്ന പ്രക്രിയയെ അഭിനവൻ അംഗീകരിക്കുന്നു. എന്നു മാത്രമല്ല, ഭട്ടനായകന്റെ സാധാരണീകരണ പ്രക്രിയക്ക് വേണ്ടിയിടത്തോളം വ്യക്തത കൊടുക്കുകയും ചെയ്തു. അതിൻ്റെ വിശദാംശങ്ങൾ ശാസ്ത്രീയമായി അവതരിപ്പിച്ചത് അഭിനവഗുപ്തനായിരുന്നു. എന്നാൽ സാധാരണീകരണം നടക്കുന്നത് വ്യഞ്ജന വ്യാപാരം കൊണ്ടാണെന്നാണ് അഭിനവഗുപ്തന്റെ പക്ഷം. നിഷ്പത്തി എന്നാൽ അഭിവ്യക്തി എന്നാണ് അർത്ഥം. വ്യഞ്ജനാവൃത്തി വഴി സാധാരണീകരണം നടക്കുമ്പോൾ പ്രേക്ഷകനിൽ രസം അഭിവ്യക്തമാകുന്നു. രസസൂത്രത്തിലെ നിഷ്പത്തിക്ക് അഭിവ്യക്തി എന്ന് അഭിനവൻ അർത്ഥം നൽകി. അഭിവ്യക്തി എന്നാൽ വെളിവാക്കൽ എന്നാണ് അർത്ഥം. അടപ്പ് മാറ്റുമ്പോൾ പാത്രത്തിലിരിക്കുന്ന വസ്തു വെളിവാകുമല്ലോ. ഈ വെളിവാകലാണ് അഭിവ്യക്തി എന്നത്. ആസ്വാദകന്റെ ആത്മനിഷ്പന്നമായ ആനന്ദത്തിൻ്റെ അഭിവ്യക്തി. അഭിവ്യക്തി തന്നെ പ്രത്യഭിജ്ഞയും വ്യഞ്ജനാ വ്യാപാരവും കൊണ്ട് സാധാരണീകരണം സംഭവിച്ച ആസ്വാദക മനസ്സിൽ സ്ഥായീഭാവം ചർവണ വിഷയമാകും. ചർവണ എന്നാൽ
ആസ്വാദനം എന്നാണ് അർത്ഥം. ഇത്തരത്തിൽ ആസ്വാദന വിധേയമായ സ്ഥായീഭാവം രസമായി വെളിപ്പെടുന്നു. ചർവണ വിധേയമായ സ്ഥായീഭാവം വ്യഞ്ജന വ്യാപാരം കൊണ്ട് സാധാരണീകരണം നേടി രസമായി അഭിവ്യക്തമാകുന്നു. ഇതാണ് അഭിനവപക്ഷത്തിൽ രസസൂത്രത്തിന് അർത്ഥം. അടുത്ത ചോദ്യം, ഭട്ടനായകന്റെ ഭുക്തിവാദം വിവരിക്കുക. രസം പ്രതീയമാനമാവുകയോ ഉൽപ്പന്നമാവുകയോ അല്ല ചെയ്യുന്നത് എന്നാണ് ഭട്ടനായകന്റെ അഭിപ്രായം. രസം പ്രതീയമാനമാവുകയോ ഉൽപ്പന്നമാവുകയോ അല്ല ചെയ്യുന്നത്. അഭിത, ഭാവന, ഭോഗം എന്നീ വ്യാപാരങ്ങളാൽ രസം ഭുജിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. രസം ഇവിടെ ഭുജിക്കപ്പെടുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. പായസം ഉണ്ണുന്നത് പോലെയാണ് അത്. ശങ്കുകൻ, ലൊല്ലടൻ, അഭിനവഗുപ്തൻ എന്നിവരുടെ സിദ്ധാന്തങ്ങളെ ഒന്നൊന്നായി തള്ളിക്കളഞ്ഞുകൊണ്ടാണ് സ്വമതം അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ദുഷ്യന്തനിലോ നടനിലോ ആണ് രസപ്രതീതിയെങ്കിൽ പ്രേക്ഷകനെ സംബന്ധിച്ച് ആ രസപ്രതീതി നിഷ്ഫലമാണ് എന്ന് അദ്ദേഹം പറയുന്നു. ദുഷ്യന്തനിലോ നടനിലോ ആണ് രസമുണ്ടാകുന്നതെങ്കിൽ അത് പ്രേക്ഷകനെ സംബന്ധിച്ച് നിഷ്ഫലമാണ്. അവരുമായി സാമാജികന്, അതായത് പ്രേക്ഷകന് ബന്ധമില്ലാത്തതാണ് കാരണം. രസോൽപത്തി ഉണ്ടാക്കുന്ന ശകുന്തള മുതലായ വിഭാവങ്ങൾ ദുഷ്യന്തനെ ഉദ്ദേശിച്ചാണ് സംവിധാനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. സാധാരണീകരണം നിമിത്തം ശകുന്തളയുടെ വ്യക്തിത്വമാനം ഭാര്യ എന്ന സാമാന്യമാനത്തിൽ നിന്ന് പരിഗണിച്ചാൽ സാമാജികനും വിഭാവാദികൾക്ക് ബാധകമാകും എന്ന വാദത്തിനും പ്രസക്തിയില്ലാതെയാകും. കാരണം ഭാര്യയെ മരിക്കുന്നതിലൂടെയല്ല ശൃംഗാര അനുഭൂതി ഉണ്ടാവുന്നത്. ഭാര്യ ഇല്ലാത്തവനും രസാനുഭൂതി ഉണ്ടാകുന്നുണ്ട്. ദിവ്യ കഥാപാത്രങ്ങളുടെ രതി ആവിഷ്കരിക്കുമ്പോൾ സാധാരണീകരണം നടക്കുകയില്ല. രസത്തിന് അതിൻ്റെ സ്വന്തം നിലയിലോ മറ്റുള്ളവരുടെയോ ഉൽപ്പത്തിയും അനുമതിയും ഇല്ല. കാരണം യഥാർത്ഥത്തിലുള്ള വസ്തുവിന് മാത്രമേ അഭിവ്യക്തി സാധ്യമാവൂ. ദുഷ്യന്താദികൾ യഥാർത്ഥത്തിലില്ല. രസം അനുഭൂതിയാണ്. അനുഭവകാലത്തിനു മുമ്പേ പിമ്പോ അതിന് നിലനിൽപ്പില്ല. അങ്ങനെ നോക്കുമ്പോൾ രസത്തിൻ്റെ അഭിവ്യക്തിയും സ്വീകാര്യമല്ല. രസോൽപത്തി, രസാനുമതി, രസാഭിവ്യക്തി എന്നീ പൂർവപക്ഷങ്ങളെ ഇപ്രകാരം ഭട്ടനായകൻ തള്ളിക്കളയുന്നു. ഭട്ടനായകന്റെ അഭിപ്രായത്തിൽ കാവ്യത്തിലെ ശബ്ദങ്ങൾക്ക് അഭിദായകത്വം, ഭാവകത്വം, ഭോജകത്വം എന്നിങ്ങനെ 3 വ്യാപാരങ്ങൾ. അഭിദായകത്വം, ഭാവകത്വം, ഭോജകത്വം. അഭിദായകത്വം എന്നാൽ അഭിദാ വ്യാപാരം തന്നെ. ഭാവകത്വ വ്യാപാരം രസാദി വിഷയകമാണ്. ഭോജകത്വം സഹൃദ വിഷയകവും. അഭിത കൊണ്ട് ഉണ്ടാകുന്ന അർത്ഥജ്ഞാനം ഭാവകത്വം കാരണം സാധാരണീകരിക്കപ്പെടുന്നു. ഒന്നും കൂടി പറയാം. അഭിത കൊണ്ട് ഉണ്ടാകുന്ന അർത്ഥജ്ഞാനം ഭാവകത്വം കൊണ്ട് സാധാരണീകരിക്കുന്നു. സാധാരണീകരണത്തിൽ ഉണ്ടാകുന്ന രസാദികളിലാണ് ഭോജകത്വം പ്രവർത്തിക്കുന്നത്. ഭോജകത്വം മൂലം സഹൃദയന് രസത്തെ ആസ്വദിക്കാൻ സാധിക്കുന്നു. ഈ ആസ്വാദനം ആത്മചേതനമോ സ്വരൂപമോ ആനന്ദമുളവാക്കുന്നതോ ആണെന്ന് ഭട്ടനായകൻ പറയുന്നു. അടുത്ത ചോദ്യം, കിളിപ്പാട്ട് വൃത്തങ്ങൾ. കാകളി, കളകാഞ്ചി, മണികാഞ്ചി, മിശ്രകാകളി, ഊനകാകളി, ദ്രുതകാകളി എന്നീ 10 മാത്ര ഗോത്രത്തിൽപ്പെട്ട വൃത്തങ്ങളെ മാത്രമേ AR വൃത്തമഞ്ജരിയിൽ കിളിപ്പാട്ട് വൃത്തമായി പരിഗണിച്ചിട്ടുള്ളൂ. ഒന്നും കൂടി പറയാം. കാകളി, കളകാഞ്ചി, മണികാഞ്ചി, മിശ്രകാകളി, ഊനകാകളി, ദ്രുതകാകളി എന്നീ 10 മാത്ര ഉള്ള വൃത്തങ്ങളെ മാത്രമാണ് വൃത്തമഞ്ജരിയിൽ കിളിപ്പാട്ട് വൃത്തമായിട്ട് AR പരിഗണിക്കുന്നുള്ളൂ. കേകയും അന്നനടയും പോലുള്ള വൃത്തവും എഴുത്തച്ഛൻ കിളിപ്പാട്ടിൽ ഉപയോഗിച്ചിട്ടുണ്ട്. കിളിപ്പാട്ട് പ്രായേണ താളമിട്ട് പാടുന്നതായതിനാൽ അതിൽ അക്ഷരനിയമം കാണുന്നുണ്ട് എന്ന് AR തന്നെ പറയുന്നുമുണ്ട്. കോവുണ്ണി നെടുങ്ങാടിയെ പോലെ അക്ഷരനിബന്ധ നയം മറ്റും കൊടുത്തതുകൊണ്ടാണ് ഈ പരിമിതി സംഭവിച്ചിട്ടുള്ളത്. കുട്ടിക്കൃഷ്ണമാരാരും KK വാദ്യാരുമെല്ലാം ഈ പോരായ്മകൾ എടുത്തു കാണിച്ചിട്ടുണ്ട്. എല്ലാ ദ്രാവിഡ ശീലുകളും മാത്രാവസ്ഥയിൽ താളത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. എല്ലാ ദ്രാവിഡ ശീലുകളും മാത്രാവസ്ഥയിലാണ്, അത് താളത്തിന് പ്രാധാന്യം നൽകുന്നവയാണ്. എല്ലാ ദ്രാവിഡ ഗാനങ്ങളും താളനിബദ്ധമാണ്. കിളിപ്പാട്ടും അതിൽ നിന്ന് വ്യത്യസ്തമല്ല. അതുപോലെ തന്നെ
കളകാഞ്ചിയുടെ ലക്ഷണ നിർവചനത്തിലും ARന് പാളിച്ച പറ്റിയതായിട്ട് KK വാദ്യാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. കോണി നെടുങ്ങാടിയുടെ അഭിപ്രായത്തിൽ കിളിപ്പാട്ട് വൃത്തങ്ങൾ തമിഴിൽ നിന്ന് ഉണ്ടായവയാണ്. ARും ഇത് അംഗീകരിക്കുന്നുണ്ട്. തമിഴ് വൃത്തത്തിൻ്റെ മാനദണ്ഡങ്ങൾ AR പക്ഷേ സ്വീകരിച്ചിട്ടില്ല. വർണ്ണഗണവും മാത്രഗണവും മാത്രമാണ് ARൻ്റെ മാനദണ്ഡങ്ങൾ. വർണ്ണഗണവും മാത്രഗണവും. ഗുരുവും ലഘുവും ചേർത്ത് മാത്ര, താളം, ഗാനം എന്നിവയുടെ സൗന്ദര്യം നോക്കി വൃത്തങ്ങളും രൂപപ്പെടുത്തുന്നതായിരിക്കണം കേരളീയർ എന്ന് KN എഴുത്തച്ഛൻ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. അന്നനട ഒഴികെയുള്ള വൃത്തങ്ങളെല്ലാം എഴുത്തച്ഛന് മുൻപ് തന്നെ ഉണ്ടായിരുന്നതായി ഉള്ളൂർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. കേക, കാകളി തുടങ്ങിയ വൃത്തങ്ങളെല്ലാം ധാരാളം പഴക്കമുണ്ട് എന്നതാണ് വസ്തുത. കാകളിയുടെ ലക്ഷണം നോക്കാം. മാത്ര അഞ്ചക്ഷരം മൂന്നിൽ വരുന്നോരു ഗണങ്ങളെ 8 ചേർത്തുള്ളീരടിക്കു ചെല്ലാം കാകളി എന്ന പേർ. മാത്ര അഞ്ചക്ഷരം മൂന്നിൽ വരുന്ന ഗണങ്ങൾ 8 ചേർത്തുള്ള ഈരടി. കളകാഞ്ചിയിൽ കാകളിയുടെ ആദ്യ പാദത്തിൽ 2 3 ഗണങ്ങൾ ലഘുമയമായാൽ കളകാഞ്ചി. അത് 5 ലഘുക്കളെങ്കിലും വരും. കാകളിയുടെ ആദ്യ പാദത്തിൽ 2 3 ഗണങ്ങൾ ലഘുവായാൽ. മണികാഞ്ചി എന്നത് കാകളിയുടെ പാദങ്ങൾ 2 1 ഗണം വീതം ലഘുമയമായാൽ അത് മണികാഞ്ചി. മിശ്രകാകളി എന്നത് കാകളിയുടെ 2 പാദത്തിലും ക്രമമില്ലാത്ത ലഘുമയ ഗണങ്ങൾ വന്നാൽ മിശ്രകാകളി. ഊനകാകളി കാകളിയുടെ 2ാമത്തെ വരിയിൽ ഒരക്ഷരം കുറയുന്നത് ഊനകാകളി. കാകളിയുടെ 2ാമത്തെ വരിയിൽ ഒരക്ഷരം കുറഞ്ഞാൽ അത് ഊനകാകളി. ദ്രുതകാകളി കാകളിയുടെ 2 വരിയിലും ഓരോ അക്ഷരം കുറഞ്ഞാലാണത് ദ്രുതകാകളി. കാകളിയുടെ 2 വരിയിലും ഓരോ അക്ഷരം കുറഞ്ഞാൽ അത് ദ്രുതകാകളി. ഇന്ത്യൻ സാഹിത്യ സിദ്ധാന്തങ്ങളുടെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെയാണ് നിങ്ങളുടെ പരീക്ഷ. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. നല്ല മാർക്ക് കിട്ടാൻ പ്രാർത്ഥനയോടെ നിർത്തുന്നു. അതുപോലെ തന്നെ മറ്റേതെങ്കിലും പേപ്പറിൻ്റെ ക്ലാസ്സുകൾ വേണമെങ്കിൽ ആവശ്യപ്പെട്ടാൽ നമുക്ക് ചെയ്തു തരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.